പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് അഥവാ PSUകൾ എന്ന് പറയുന്നത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന കമ്പനികളാണ്. അത് നവരത്ന സ്റ്റാറ്റസിലുള്ളതുണ്ട്, മഹാരത്ന സ്റ്റാറ്റസിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കമ്പനീസ് ഉണ്ട്. ഈ PSU എന്ന് പറയുന്നത് മുൻകാലങ്ങളിൽ നിയമനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നത് ഗേറ്റ് ത്രൂ ആയിരുന്നു. ഗേറ്റ് സ്കോറിനെ ബേസ് ചെയ്തുകൊണ്ട് ഇൻ്റർവ്യൂ നടത്തിയിട്ടായിരുന്നു പലപ്പോഴും നിയമനങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ നിലവിലൊരു പുതിയ ട്രെൻഡ് എന്ന് പറയുന്നത് ഈ PSUകൾ നേരിട്ട് തന്നെ എക്സാംസുകൾ കണ്ടക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ ഇപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ HPCL ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് വന്നിട്ടുണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് കാറ്റഗറീസിൽ PSUകൾ അവരുടേതായിട്ടുള്ള നിലയിൽ നിയമനങ്ങൾ നടത്തുകയാണ്. സോ ഈ ഒരു രീതി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, PSUവിൻ്റെ ഒരു ഇലക്ട്രിക്കൽ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ബാച്ച് നമ്മൾ ഫോം ചെയ്യുന്നത്. സോ PSUവിൻ്റെ ഇലക്ട്രിക്കൽ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ബാച്ചിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളത് ആദ്യമേ ഞാനൊന്ന് ബ്രീഫ് ചെയ്യാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇത്തരം PSU എക്സാംസുകളുടെ സിലബസ് ഒരിക്കലും കൃത്യമായിട്ട് മെൻഷൻ ചെയ്യാറില്ല. ഇപ്പോൾ നമ്മൾ റെയിൽവേയുടെ എക്സാം ആയിക്കോട്ടെ, അല്ലെങ്കിൽ SSCയുടെ എക്സാം ആയിക്കോട്ടെ, നമ്മുടെ മുന്നിൽ വളരെ ബൗണ്ടഡ് ആയിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള സിലബസ് നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ സിലബസ് ലൈൻ ബൈ ലൈൻ പഠിക്കാറുണ്ട്. PSC എക്സാമും അങ്ങനെ തന്നെയാണ്. എന്നാൽ PSUസിൻ്റെ എക്സാംസിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് അവർ പറയാറുള്ളത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് കോർ സബ്ജക്റ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇലക്ട്രിക്കലിൽ വരുന്ന കോർ സബ്ജക്റ്റുകൾ, അത് നെറ്റ്വർക്ക് തിയറിയാണ്, മെഷീൻസ് ആണ്, പവർ സിസ്റ്റം ആണ്. അപ്പോൾ ആ ഒരു കോർ സബ്ജക്റ്റുകൾ ഉണ്ടല്ലോ, അപ്പോൾ അതാണ് അവരെന്ത് ചെയ്തിട്ടുള്ളത്, മെൻഷൻ ചെയ്തിട്ടുള്ളത്. സോ കോർ സബ്ജക്റ്റ് പഠിക്കുക എന്നുള്ളതാണ് ഈ PSU ക്രാക്ക് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്നത്. സോ സിലബസ് ഒരിക്കലും അവർ മെൻഷൻ ചെയ്യില്ല, പക്ഷെ നമ്മൾ ഇലക്ട്രിക്കലിലുള്ള കോർ സബ്ജക്റ്റുകൾ മുഴുവനായിട്ട് നമ്മൾ പഠിച്ചു വെക്കണം. രണ്ടാമത് നിങ്ങൾ പഠിക്കേണ്ടത് ആപ്റ്റിറ്റ്യൂഡും റീസണിങ്ങുമാണ്. സോ ഈ ആപ്റ്റിറ്റ്യൂഡ് റീസണിങ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പല എക്സാംസുകളിൽ CGL റെയിൽവേ എക്സാംസുകളിലൊക്കെ സ്ഥിരമായിട്ട് നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നിങ്ങളുടെ കോർ സബ്ജക്റ്റിൻ്റെയും ഈ പറഞ്ഞിരിക്കുന്ന ആപ്റ്റിറ്റ്യൂഡ് റീസണിങ്ങിൻ്റെയും മാർക്ക് ചേർത്ത് വെച്ചുകൊണ്ടായിരിക്കും അവർ രണ്ടാമത്തെ റൗണ്ടിലേക്ക് നിങ്ങളെ വിളിക്കുക. രണ്ടാമത്തെ റൗണ്ടിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ, റൈറ്റിംഗ് സ്കില്ല്, അതേപോലെ തന്നെ പേഴ്സണൽ ഇൻ്റർവ്യൂ ഉൾപ്പെടെയുള്ള എല്ലാ പ്രോസസ്സും കഴിഞ്ഞ ശേഷമാണ് നിയമനങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ ഇതൊരു എന്താ പറയുക, ഒരു കമ്പൈൻഡ് എഫേർട്ടാണ് ഇതിന് വേണ്ടത്. ഇത് ഡയറക്റ്റ് ആയിട്ട് ഒരു എക്സാമിലൂടെ നിങ്ങൾക്ക് നേരെ ജോലി ലഭിക്കുകയല്ല. നിങ്ങൾ രണ്ടാം റൗണ്ടിലേക്ക് പോകുന്നു. രണ്ടാം റൗണ്ടിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ, റൈറ്റിംഗ് സ്കില്ല്, പേഴ്സണൽ ഇൻ്റർവ്യൂ, അതിൽ ചെറിയ വേരിയേഷൻസ് പല കമ്പനീസിൻ്റെ കാര്യത്തിലും വരാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ലേറ്റസ്റ്റ് വന്ന എക്സാമിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് ഷെയർ ചെയ്തിട്ടുള്ളത്. സോ കൃത്യമായിട്ടുള്ള സിലബസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. സിലബസ് എന്ന് പറയുമ്പോൾ കോർ സബ്ജക്റ്റ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം, പ്ലസ് ആപ്റ്റിറ്റ്യൂഡ് റീസണിങ് കംപ്ലീറ്റ് ചെയ്യണം. ബാക്കിയുള്ള റൗണ്ടിലേക്ക് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് പോയിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. നിങ്ങൾ ആഗ്രഹിച്ച ഒരു മികച്ച എന്താ പറയുക, ഈ ഒരു PSU സെക്ടർ ജോബിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സാലറി എപ്പോഴും ഹൈ ആയിരിക്കും. 10 ലക്ഷത്തിന് മുകളിലായിരിക്കും ആനുവൽ സാലറി എന്ന് പറയുന്നത്. സോ അതൊരു മികച്ച അവസരമായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ഒരു ഡ്രീം ജോബ് നിങ്ങൾ സ്വന്തമാക്കുക. അപ്പോൾ സ്റ്റഡി പ്ലാനൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ട് മുഴുവൻ സബ്ജക്റ്റും പഠിച്ച് നല്ല വിജയം കരസ്ഥമാക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.